വെൽക്കം ബാക്ക് ടു ഇൻഫിനിറ്റി ഫാക്ടെക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ PSC DME സിലബസിലെ മൊഡ്യൂൾ 1ലെ റെസ്പിറേറ്ററി സിസ്റ്റം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. റെസ്പിറേറ്ററി ട്രാക്റ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ആൻഡ് ലോവർ റെസ്പിറേറ്ററി ട്രാക്ട്. അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുമ്പം നോസ്, ഫാരിങ്സ്, അഡിനോയിഡ്സ്, ടോൺസിൽസ്, എപ്പിഗ്ലോട്ടിസ്, ലാരിങ്സ് ആൻഡ് ട്രക്കിയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ബ്രോങ്കൈ, ബ്രോങ്കിയോൾസ്, ആൽവിയോലാർ ഡാക്ട് ആൻഡ് ആൽവിയോളൈ. ഇനി ലങ്സിനെ റൈറ്റ് ലങ് എന്നും ലെഫ്റ്റ് ലങ് എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ റൈറ്റ് ലങ്ങിലാണ് 3 ലോബ്സ് കാണപ്പെടുന്നത്. ലെഫ്റ്റ് ലങ്ങിലോ 2 ലോബ്സേ ഉള്ളൂ. റൈറ്റ് ലങ്സിലെ ലോബ്സ് ഏതൊക്കെയാന്ന് പറഞ്ഞാൽ അപ്പർ, മിഡിൽ ആൻഡ് ലോവർ ലോബ്സ് ആണ്. ലെഫ്റ്റ് ലങ്ങില് 2 ലോബ്സ് ഉണ്ട്. അപ്പർ ആൻഡ് ലോവർ ലോബ്സേ ഉള്ളൂ ലെഫ്റ്റ് ലങ്ങില്. നെക്സ്റ്റ് ഫാരിങ്സ്. ഫാരിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ പാസേജ് ഓഫ് ഫുഡ് ആൻഡ് എയർ. കോമൺ പാസേജ് ഓഫ് ഫുഡ് ആൻഡ് എയർ. ഫുഡും എയറും ഒക്കെ പാസ് ചെയ്യുന്ന ഇതിലൂടെയാണ്, ഫാരിങ്സിലൂടെയാണ്. ഇതിന്റെ നീളം എന്ന് പറയുന്നത് 14 സെന്റിമീറ്റർ ലോങ് ആണ്. ഫാരിങ്സിന് 3 പാർട്സ് ആണുള്ളത്: നേസോ ഫാരിങ്സ്, ഓറോ ഫാരിങ്സ് ആൻഡ് ലാരഞ്ചിയോ ഫാരിങ്സ്. ഇനി ലാരിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വോയിസ് ബോക്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ അകത്ത് തൈറോയിഡ് കാർട്ടിലേജ് ഉണ്ട്, എപ്പിഗ്ലോട്ടീസ് ഉണ്ട്, ക്രിക്കോയിഡ് കാർട്ടിലേജ് ഉണ്ട്, വോക്കൽ കോർഡ്സ് ഉണ്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രക്കിയ. ട്രക്കിയ എന്ന് പറഞ്ഞാൽ എന്താണ്? വിൻഡ് പൈപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് C ഷേപ്പ്ഡ് റിങ്സ് ഓഫ് കാർട്ടിലേജ് കൊണ്ടാണ് ട്രക്കിയ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് 10 to 12 സെന്റിമീറ്റർ ലോങ് ആണ്, നീളമുണ്ട്. ട്രക്കിയ എന്ന് പറഞ്ഞു കഴിയുമ്പം റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബ്രോങ്കെ അറ്റ് കരീന T5 ലെവലിലാണ് ട്രക്കിയയുടെ പൊസിഷൻ എന്ന് പറയുന്നത്. ഇനി ആൽവിയോളൈ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈറ്റ് ഫോർ ഗ്യാസ് എക്സ്ചേഞ്ച് ആണ്. ഇവിടെ വെച്ചാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഇതിൻ്റെ അകത്ത് ടൈപ്പ് 1 സെൽസ് ഉണ്ട്, ടൈപ്പ് 2 സെൽസ് ഉണ്ട്, ടൈപ്പ് 3 സെൽസ് ഉണ്ട്. ഈ ടൈപ്പ് 1 സെൽസ് എന്ന് പറയുമ്പം സ്ക്വാമസ് എപ്പിത്തീരിയൽ സെൽസ് ആയിരിക്കും. ടൈപ്പ് 2 സെൽസ് എന്ന് പറയുമ്പം ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സർഫാക്റ്റന്റിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നതാണ്. ടൈപ്പ് 3 സെൽസ് എന്ന് പറയുമ്പം ഫാഗോസൈറ്റോസിസ് ആണ് ഇതിന്റെ ഫംഗ്ഷന്. ഇനി പ്ലൂറ. പ്ലൂറ എന്ന് പറഞ്ഞാൽ എന്താണ്? കവറിങ് ആണ്. കവറിങ് ഓഫ് ലങ്സ് ആണ്. ഇതിൻ്റെ അകത്ത് 2 ലേയേഴ്സ് ഉണ്ട്. പരേറ്റൽ പ്ലൂറയുണ്ട്, വിസറൽ പ്ലൂറയുണ്ട്. പ്ലൂറൽ സ്പേസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫിൽഡ് വിത്ത് പ്ലൂറൽ ഫ്ലൂയിഡ് ആണ്. പ്ലൂറൽ സ്പേസിൽ എന്താണ്? പ്ലൂറൽ ഫ്ലൂയിഡ് കാണും. നെക്സ്റ്റ് മസിൽസ് ഓഫ് റെസ്പിറേഷന്. മെയിൻ ആയിട്ട് റെസ്പിറേറ്ററി മസിൽസ് ഉണ്ട്, ഡയഫ്രം ഉണ്ട്, ഇന്റർകോസ്റ്റൽ മസിൽസ് ഉണ്ട്. നെക്സ്റ്റ് ആക്സസറി മസിൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സ്റ്റെർണോക്ലീഡോ മാസ്റ്റോയിഡ് മസിൽസ്, ട്രപ്പീസിയസ് മസിൽസ്, സ്കാൽനെ മസിൽസ്, പെക്ടോറാലിസ് മസിൽസ്. അടുത്തതായിട്ട് ഡയഫ്രം. ഡയഫ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ്സ് അബ്ഡോമിനൽ ക്യാവിറ്റി ഫ്രം തൊറാസിക് ക്യാവിറ്റി. അബ്ഡോമിനൽ ക്യാവിറ്റിയെയും തൊറാസിക് ക്യാവിറ്റിയെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഡയഫ്രം. ഇതിൽ ഡയഫ്രത്തിലേക്കുള്ള നെർവ് സപ്ലൈ എന്ന് പറയുന്നത് ഫ്രെനിക് നെർവ് ത്രൂ ആണ്. ഫ്രെനിക് നെർവ് ത്രൂ ആണ് ഡയഫ്രത്തിലേക്ക് ബ്ലഡ് സപ്ലൈ നടക്കുന്നത്. നെക്സ്റ്റ് ബ്രീത്ത് സൗണ്ട്. നോർമൽ ബ്രീത്ത് സൗണ്ട്സ് എന്ന് പറയുമ്പം ബ്രോങ്കെയിൽ സൗണ്ട്, വെസിക്കുലർ സൗണ്ട്, ബ്രോങ്കോ വെസിക്കുലർ സൗണ്ട്, ഇതൊക്കെ നോർമൽ ബ്രീത്ത് സൗണ്ട് ആണ്. ഇനി അഡ്വാൻറ്റേഷ്യസ് ബ്രീത്ത് സൗണ്ട്സ് എന്ന് പറയുമ്പം ഫൈൻ ക്രാക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫൈൻ ക്രാക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രീത്ത് സൗണ്ട് ഷോർട്ട് ആയിരിക്കും, എക്സ്പ്ലോസീവ് ആയിരിക്കും, ഹൈ പിച്ച്ഡ് സൗണ്ട് ആണ്. ഇത് മെയിനായിട്ട് കാണപ്പെടുന്നത് ഏതൊക്കെ ഡിസീസ് കണ്ടീഷനിലാണെന്ന് ചോദിച്ചാൽ ഫൈൻ ക്രാക്കിൾസ് അനുഭവപ്പെടുന്നത് ആസ്ബറ്റോസിസ്, ന്യൂമോണിയ, അത്ലക്ടാസിസ്, കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലർ, അങ്ങനെയൊക്കെ ഉള്ള കണ്ടീഷന്റെ അവസ്ഥയിലാണ് ഫൈൻ ക്രാക്കിൾസ് എന്ന് പറയുന്ന സൗണ്ട് ഉണ്ടാവുന്നത്. ഇനി കൊയേഴ്സ് ക്രാക്കിൾസ് എന്ന് പറയുമ്പം ഷോർട്ട് ആയിരിക്കും, ലോ പിച്ച്ഡ് സൗണ്ട്സ് ആയിരിക്കും. ഇത് മെയിനായിട്ട് കാണപ്പെടുന്ന ഡിസീസ് കണ്ടീഷന് കോൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലർ, പൾമണറി എഡിമ, ന്യൂമോണിയ, COPD. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റോക്കി. കണ്ടിന്യൂസ് റംബ്ലിംഗ്, സ്നോറിംഗ് ഓർ റാറ്റ്ലിംഗ് സൗണ്ട് ആണ്. ഇത് മെയിനായിട്ട് COPD, സിസ്റ്റിക് ഫൈബ്രോസിസ്,
ബ്രോങ്കൈറ്റാസിസ് എന്നീ ഡിസീസ് കണ്ടീഷനിലൊക്കെ കാണപ്പെടും. നെക്സ്റ്റ് വീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ഹൈ പിച്ച്ഡ് സൗണ്ടാണ് വീസിംഗ് എന്ന് പറഞ്ഞാൽ. വീസിംഗ് പ്രധാനമായിട്ട് ആസ്മ രോഗികളിലായിരിക്കും കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ COPD, എയർവേയിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഒക്കെ ഉള്ള കേസിലും വീസിംഗ് കേൾക്കാം. ഇനി സ്ട്രൈഡർ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് മ്യൂസിക്കൽ സൗണ്ട് ഓഫ് കോൺസ്റ്റന്റ് പിച്ച് ആണ്. ഒരേ പിച്ചിൽ ഇങ്ങനെ ഒരു മ്യൂസിക്കൽ സൗണ്ട് ആയിട്ടാണ് ഇത് പോകുന്നത്. എന്ന് പറയുമ്പം ക്രൂപ്പ് ഡിസോർഡർ, എപ്പിഗ്ലോട്ടൈറ്റിസ്, വോക്കൽ കോഡ് എഡിമ, ഈ കേസിലൊക്കെ നമുക്ക് സ്ട്രൈഡർ ആണ് കേൾക്കാൻ പറ്റുക. ഈ പ്ലൂറൽ ഫ്രിക്ഷൻ റബ്ബ് എന്ന് പറഞ്ഞാൽ ക്രീക്കിംഗ് ഓർ ഗ്രേറ്റിംഗ് സൗണ്ട് ആണ്. പ്ലൂറസി, ന്യൂമോണിയ, പൾമണറി ഇൻഫ്രാക്ട് എന്നീ ഡിസീസ് കണ്ടീഷനിലൊക്കെ പ്ലൂറൽ ഫ്രിക്ഷൻ റബ്ബ് ഉണ്ടാവാറുണ്ട്. ഇനി ആബ്സെന്റ് ബ്രീത്ത് സൗണ്ട്, ആ പേരിൽ തന്നെയുണ്ട്, നോ സൗണ്ട് ആണ്. പ്ലൂറൽ എഫ്യൂഷന്റെ കേസിലും അറ്റ്ലറ്റാസിന്റെ കേസിലും ന്യൂമോണക്ടമി, ലോബക്ടമി അല്ലെങ്കിൽ മെയിൻ സ്റ്റെം ബ്രോങ്കെ ഒബ്സ്ട്രക്ഷന് ഈ കേസിലൊക്കെ ആബ്സെന്റ് ബ്രീത്ത് സൗണ്ട്സ് ആയിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ വെന്റിലേഷൻ ആണ്. മെക്കാനിക്കൽ വെന്റിലേഷൻ എന്ന് പറയുമ്പം യൂസ് ഓഫ് മെക്കാനിക്കൽ ഡിവൈസ് ടു മെയിൻറ്റെയിൻ വെന്റിലേഷൻ ആൻഡ് ഓക്സിജൻ യൂസിങ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് പ്രഷർ. ഇതിന്റെ മെക്കാനിക്കൽ വെന്റിലേഷന്റെ മെയിൻ ഇൻഡിക്കേഷൻസ് എന്ന് പറയുമ്പം എയർവേ ഡിസോർഡർ, പേഷ്യൻസിന് എന്തെങ്കിലും എയർവേ ഡിസോർഡേഴ്സ് ലൈക്ക് ന്യൂമോണിയ, റിഫ്രാക്ചർ, പൾമണറി എഡിമ ഇങ്ങനെയൊക്കെയുള്ള കേസിൽ നമ്മൾ മെക്കാനിക്കൽ വെന്റിലേഷൻ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കുലേറ്ററി ഡിസോർഡർ, പിന്നെ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ്, ബേൺസ് പോസ്റ്റ് ഓപ്പറേറ്റീവായിട്ട് നമ്മൾ ചെയ്യും. പിന്നെ പോയിസണിങ്, അൺകോൺഷ്യസ്നെസ്, അതുകൊണ്ട് തന്നെ റെസ്പിറേറ്ററി അസിഡോസിസ്, ആ കേസിൽ നമ്മൾ മെക്കാനിക്കൽ വെന്റിലേഷൻ കൊടുക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു. ഇനിയുള്ള ദിവസങ്ങളിലും സിലബസ് അനുസരിച്ച് ടോപ്പിക് വൈസ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഈ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്